ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നപ്പോൾ മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു അടിപൊളി സോയാ പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആവശ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, സവാള, ഉരുളക്കിഴങ്ങ്, പിന്നെ തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്, അതും ഇതിൻ്റെ കൂടെ വേണം. നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇടാം. പിന്നെ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി ഉപ്പിട്ട് അതിനകത്തേക്ക് ബേബി സോയയും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം നല്ലോണം ചൂടായാൽ മതി, തിളയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പം അത് തന്നെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പുലാവ് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എടുക്കുക. കുക്കറിനകത്തേക്ക് 2 വലിയ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ പ്രിഫർ ചെയ്യുന്നില്ല ഇതിന്, വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗ്രാമ്പു, കറുകമ്പട്ട, ഏലക്കായ, ബേ ലീഫ്, ഇത്രയും സാധനങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ സവാള അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സവാള ആഡ് ചെയ്ത് കൊടുത്ത് അത് നമുക്ക് ലേശം വഴറ്റാം. കുറേ നേരമല്ല, ഒരു വാടുന്ന പോലെ വഴറ്റാം. അത് വഴറ്റി കഴിയുമ്പോഴത്തേക്കും ചതച്ച് വച്ചേക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി അതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതും നമുക്ക് വഴറ്റിയെടുക്കാം. അത് വഴറ്റി എടുക്കും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ല പെട്ടെന്ന് വഴറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് നമുക്ക് വേണ്ട സ്പൈസസ്, അതായത് ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഇത്ര ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. മല്ലിപ്പൊടിയും നമ്മൾ പിന്നെ ലേറ്റർ സ്റ്റേജിൽ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം മസാലപ്പൊടി ഉണ്ടെങ്കിൽ ഒരു കൂടുതൽ സ്വാദായിരിക്കും. ഈ സ്റ്റേജ് അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത് വച്ചേക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴറ്റി കിട്ടാനുള്ള എളുപ്പത്തിനുണ്ട് ഞാൻ ലേശം വെള്ളം ചേർക്കുന്നത്. അത് നിർബന്ധമില്ല, അടി പിടിക്കാതിരിക്കാൻ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി അതിനകത്തേക്ക് അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ വെജിറ്റബിൾസ്, പുലാവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രിഫർ ചെയ്യുന്ന എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻക്ലൂഡിങ് കോളിഫ്ലവറോ ബ്രോക്കലിയോ ക്യാബേജോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ടേസ്റ്റിൽ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. എന്നിട്ട് അതൊന്ന് നല്ലവണ്ണം കുക്കായി വന്നു നമുക്ക് ഏകദേശം ഒന്ന് വാടി വെജിറ്റബിൾസ് വരുമ്പോഴത്തേക്കും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് ഇളക്കി നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ ആക്ച്വലി ഞാൻ അതിൻ്റെ വെയിറ്റ് ഇടുന്നില്ല. അടച്ചൊരു 5 മിനിറ്റ് വേവാൻ വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സോയയും ഉരുളക്കിഴങ്ങും സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ പോലെ ബേബി സോയയാണ് എടുത്തേക്കുന്നത്. വലിയ സോയ എടുക്കുമ്പോൾ ഭയങ്കര വലിയ പീസ് പോലെ എടുക്കും. ബേബി സോയ ആകുമ്പോൾ കുറച്ചും കൂടെ കഴിക്കാനൊരു രസം ഉണ്ടാവും. ഇതേ കണ്ടോ, നമ്മുടെ 5-6 മിനിറ്റിൽ നമ്മുടെ വെജിറ്റബിൾസ് നമുക്ക് കിട്ടിയപ്പോൾ എനിക്ക് ലേശം മസാലയുടെ കുറവ് തോന്നിയോണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അത് പ്രിഫർ ചെയ്യുന്നില്ലാത്തവർ ആഡ് ചെയ്യണമെന്നും നിർബന്ധമില്ല. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചൂടുവെള്ളത്തിൽ നമ്മളിട്ട് പിന്നെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരുന്ന ബേബി സോയയും ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. എന്ന് നമ്മൾ വെള്ളം ചേർത്തും കൂടെ വേവിക്കുന്ന കാരണം അപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതിയാവും. ഇതൊന്ന് നമുക്കിതിനകത്തേക്ക് 3-4 സ്പൂൺ കട്ട പുളി ഇല്ലാത്ത തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. കുറച്ചും കൂടെ ഒരു സ്വാദ് പുലാവിന് വരും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക. ഇതിനകത്തേക്ക് നമ്മൾ 20 മുതൽ 30 മിനിറ്റ് വരെ കുതിർത്തി വെച്ചേക്കുന്ന ബാസ്മതി റൈസ്, പുലാവ് റൈസ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം, പുളിയുള്ള തൈരാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കരുത്. കട്ട തൈര്, പുളിയില്ലാത്ത തൈരാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളൊരു പാകത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വെജിറ്റബിൾസിൻ്റെ കണക്കൊന്നും പറയാത്തത്, ചിലർക്ക് വെജിറ്റബിൾസ് കൂടുതൽ വേണം, ചിലർക്ക് അരി കൂടുതൽ നിൽക്കണം, വെജിറ്റബിൾസ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഒട്ടും ഡോമിനൻ്റ് ആവരുത്. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് കഴിയുമ്പോൾ നമുക്ക് കുക്കർ
അടച്ച് വെച്ച് 20 മിനിറ്റ് ഇത് വേവിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ കുക്കറിൽ ലിഡ് ഇട്ടിട്ടില്ല. കണ്ടോ, 20 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പുലാവ് റെഡിയായി കിട്ടി. നല്ല പാകത്തിന് അരിയൊക്കെ വിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ ആ ഒരു പ്രപ്പോർഷനും അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പോൾ അഭിപ്രായം പറയാം.